ജീവിതം മനുഷ്യർക്ക് പരീക്ഷണം തന്നെയാണ്. പക്ഷേ ചെറിയ പരീക്ഷണങ്ങൾക്ക് വേണ്ടി അതിനെ അതിജയിച്ച് മുന്നേറേണ്ട അവസ്ഥയിൽ നിന്നും മരണത്തിലേക്ക് നീങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിരന്തരമായി മനുഷ്യർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതലായി എത്തിച്ചേരുന്നത് പെൺമക്കളാണ്. അതുപോലെ അനേകം വാർത്തകൾ നമ്മൾ കേട്ടു. വിദ്യാർത്ഥികളും നവവധുക്കളും സ്വന്തം പിഞ്ചു മക്കളെ പോലും ഇല്ലാതാക്കി ഇത്തരമൊരു അവസ്ഥയിലേക്ക് പല അമ്മമാരും നീങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഓരോ മരണ വാർത്തകൾക്ക് ശേഷവും എന്തിനു വേണ്ടിയാണ് ഇവർ ഇത്തരത്തിൽ ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമായി പുറത്തു വരുമ്പോൾ അത് സംസാരിച്ച് തീർക്കാനും മാത്രമുള്ള ചെറിയ വിഷയമായിരിക്കും. ഒരു സാഹചര്യത്തിൽ അത്തരമൊരു അവസ്ഥയിലേക്ക് ഇവർ മാറിപ്പോകുന്നത് എങ്ങനെയാണ്? ഓർക്കുക, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ജീവൻ വിലപ്പെട്ടതാണ്. മലപ്പുറത്ത് BA വിദ്യാർത്ഥി ഇന്നലെ രാത്രി യാതൊരു കുഴപ്പവുമില്ലാതെ സന്തോഷവതിയായിക്കൊണ്ട് തന്നെ കിടക്കാൻ പോയ പെൺകുട്ടി പിന്നീട് ജീവനൊടുക്കാനുള്ള കാരണമെന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അന്വേഷണങ്ങൾക്ക് ശേഷമേ എന്തിനു വേണ്ടിയാണ് മെഹ്റൂബ ഇത്തരത്തിലേക്ക് നീങ്ങിപ്പോയത് എന്നുള്ള കാര്യം വ്യക്തമാകുകയുള്ളൂ. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നാണ് ഇത്തരത്തിൽ സർവരെയും വേദനപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിൽ 2ാം വർഷ BA വിദ്യാർത്ഥിനിയാണ് മെഹ്റൂബ. 20 വയസ്സ് മാത്രമുള്ള പൊന്നുമോൾ ഇന്നലെ രാത്രി കിടക്കാൻ പോകുന്നതുവരേക്കും യാതൊരു പരിഭവമോ പ്രശ്നങ്ങളോ വീട്ടുകാരോടും പറഞ്ഞില്ല. പെട്ടെന്ന് ഇത്തരത്തിൽ ജീവനൊടുക്കുവാനുള്ള കാരണം എന്താണെന്ന് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ മെഹ്റൂബയെ പരിചയമുള്ളവർക്ക് പോലും ഇതുവരെ അറിയില്ല. കൊണ്ടോട്ടി നീറാട് നൂഞ്ഞല്ലൂരിൽ എളയിടത്ത് ഉമറലിയുടെ മകൾ മെഹ്റൂബയാണ്. 20 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോയത്. എത്രയേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കണ്ടായിരിക്കും മാതാപിതാക്കൾ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതും അവരുടെ ഭാവി ആലോചിച്ച് ഇവർ എത്ര വലിയ സ്വപ്നങ്ങളായിരിക്കും കണ്ടിരുന്നത്. അതെല്ലാം ഒരു നിമിഷത്തെ തീരുമാനത്തിൽ നിന്നും തകർത്തെറിയാൻ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നത്? അതിനു മാത്രമുള്ള എന്ത് വലിയ പ്രശ്നമാണ് ഈ ഭൂമിയിലുള്ളത്? തീർച്ചയായും അള്ളാഹു കനിഞ്ഞേകിയ ഈ ജീവനേക്കാളും വലുതായി മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയ നൈരാശ്യമോ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാനും മാത്രമുള്ള ചെറിയ വിഷമങ്ങളോ ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്വന്തം ജീവൻ പോലും അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് നമ്മളുടെ പൊന്നുമക്കൾ മാറിപ്പോകുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഹ്റൂബയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാലും വളരെ വലിയ ആശങ്ക ഈ കേസിൽ വരുത്തുന്നത് മെഹ്റൂബക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും മരണത്തിൻ്റെ അവസാന നിമിഷം പോലും ഈ കുട്ടി ആരോടും പ്രകടിപ്പിച്ചില്ല എന്നതാണ്. പഠിക്കാൻ മിടുക്കിയായ മെഹ്റൂബ ഒരു വേളയിൽ ഈ സാഹചര്യത്തിലേക്ക് എത്തിയത് എന്തിനു വേണ്ടി? ആ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പോഴും അജ്ഞാതമായി തന്നെ തുടരുകയാണ്. ഒരു കുടുംബത്തിനും ഒരു പൊന്നു മക്കൾക്കും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കട്ടെ. ഇത്തരമൊരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വിഷമം നിങ്ങൾ ആരോടെങ്കിലും തുറന്നു പറഞ്ഞെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ വഴിയിലേക്ക് എത്തേണ്ട അവസ്ഥ വരികയില്ല. ആരോടും തൻ്റെ വിഷമങ്ങൾ പറയാതെ മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കുമ്പോഴാണ് അത് നീറി വലുതാകുന്നതും പിന്നെ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ അത് തള്ളിവിടുന്നതും. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹു കനിഞ്ഞു നൽകിയ ജീവൻ അവൻ്റെ തൃപ്തിയും രക്ഷയും സമ്പാദിക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് നൽകിയതാണ്. അതാണ് ആദ്യം നിങ്ങൾ സംരക്ഷിക്കേണ്ടത്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തുലയ്ക്കാനുള്ളതല്ല ആ അമൂല്യനിധി.